വാത്സല്യ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 91 സങ്കീർത്തനം അതിൻ്റെ 10-11 വാക്യങ്ങളാണ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കയില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു ദൈവവൈതലിനു വേണ്ടി ദൈവമൊരുക്കുന്ന ദൈവിക സംരക്ഷണത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല. വളരെ ദൃഢനിശ്ചയത്തോടുകൂടി സങ്കീർത്തനക്കാരൻ പാടുകയാണ്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കയില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല എന്ന് ഇത്രയും കോൺഫിഡൻ്റായി പറയാൻ കാരണം നീ ഒരു ദൈവ പൈതലാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ദൈവം ഞാൻ നിൻ്റെ കുടുംബമഹിമയോ കുലമഹിമയോ സാമ്പത്തിക ഭദ്രതയോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ കഴിവോ ഒന്നും അതിന് മാനദണ്ഡമല്ല. ഒറ്റ കാര്യം, നീ ഒരു ദൈവ പൈതലാണെന്ന മാത്രമുള്ള പരിഗണന കൊണ്ട് വചനം പറയുകയാണ്, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്താൽ സ്നാനം കഴിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉറപ്പാണ്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഈ ഒരു ഉറപ്പും ബോധ്യവും നിനക്കുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു അനർത്ഥവും വരാതെ സൂക്ഷിക്കാൻ തമ്പുരാന് കഴിയും. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കത്തില്ല. നിന്റെ കൂടാരത്തെ നോട്ടമിട്ട് പറക്കുന്ന ചില ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ പോലും അവ നിന്നോടടുക്കാതിരിക്കണമെങ്കിൽ കൂടാരങ്ങളിൽ പാർക്കുന്നവൻ വിശുദ്ധിയും വേർപാടുമുള്ളവനായിരിക്കണം. അങ്ങനെയെങ്കിൽ ഒരു ദുഷ്ടശക്തിയും നിന്റെ കൂടാരത്തെ അടുക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി കാവൽ ചെയ്യുവാനിടയായി. അങ്ങനെ ദൈവമകളായി ദൈവമകനായി വിശ്വസ്തയോടെ ജീവിക്കുന്ന ഒരു ദൈവപൈതലിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൈവം നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവർ നിനക്ക് കാവൽക്കാരായിരിക്കും. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ജോലിയോടുള്ള ബന്ധത്തിൽ ശത്രു ഒരുക്കുന്ന തന്ത്രങ്ങളെ കണ്ട് നീ പകച്ചു നിൽക്കുകയാണ്. കുഞ്ഞെ, നിന്റെ വ്യക്തി ജീവിതത്തിൽ ദുഷ്ടൻ പ്രവർത്തിക്കുന്നത് കണ്ട് നീ പകച്ചു നിൽക്കുകയാണോ? അതുമല്ലെങ്കിൽ നിന്റെ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ ചുറ്റുപാടുള്ളവരോ നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ നിൽക്കുന്ന അവരുടെ മധ്യത്തിൽ ദൈവവചനം നിനക്ക് ഉറപ്പു തരികയാണ്, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല കുഞ്ഞെ. ഇവയ്ക്കൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു രോഗത്തിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഒരു ലോകത്തിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഒരു പ്രതിസന്ധികൾക്കും നിന്നെ മുടിച്ചു കളയാൻ കഴിയത്തില്ല. കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ സംരക്ഷണം നിനക്കും നിൻ്റെ കുടുംബത്തിനും ഉണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് വേദപുസ്തകം വളരെ ശക്തമായി പറഞ്ഞത്, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കത്തില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അതെ, നിന്നെ സംരക്ഷിക്കാൻ ഒരു ദൂതസഞ്ചയമുണ്ട്. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ തൻ്റെ സേവകാത്മാക്കളായി ദൈവം ചില ദൂതന്മാരെ നമുക്ക് വേണ്ടി നിയമിക്കുന്നു എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. ഒരു ഭയവും നിന്നെ കീഴടക്കാതെ വണ്ണം ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ വിശ്വാസ ജീവിതയാത്രയിൽ മുന്നേറാൻ
കുഞ്ഞെ, നീ നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. റിസൾട്ടിനെ ഓർത്ത് ഭാരപ്പെടുന്ന, ഭയപ്പെടുന്ന വിദ്യാർത്ഥികളെ, ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്ന യുവതലമുറയെ, എനിക്കൊരു ജീവിത പങ്കാളിയെ കിട്ടുമോ എന്നോർത്ത് ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും. നിനക്കൊരു ദൈവിക സംരക്ഷണമുണ്ട് കുഞ്ഞെ. നിന്റെ വാഹനത്തിന്, നിന്റെ കുടുംബത്തിന്, നിന്റെ ഉപജീവന മാർഗത്തിന്, നീ കടന്നു പോകുന്ന മേഖലകളിലെല്ലാം നിനക്കൊരു സംരക്ഷണമുണ്ടെന്ന് നീ തിരിച്ചറിയണം. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഉറപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കത്തില്ല. അതുകൊണ്ട് നീ യാത്ര ചെയ്യുന്ന എല്ലാ മേഖലകളിലും നിനക്കൊരു ദൈവിക സംരക്ഷണമുണ്ടെന്ന് തിരിച്ചറിയണം. നീ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് ആ വാഹനത്തെ ദൈവം സൂക്ഷിക്കും. നീ ഒരു ട്രെയിനിൽ യാത്ര ചെയ്താൽ ആ ട്രെയിനിനെ മുഴുവൻ ദൈവം സൂക്ഷിക്കും. നീ ഒരു വീട്ടിൽ ചെന്ന് താമസിച്ചാൽ നീ മുഖാന്തരം ആ വീട്ടിലുള്ളവർക്കൊരു അനുഗ്രഹമായി മാറും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ തന്നെ ശരണമാക്കുക. എന്നാൽ ഈ ദൈവിക സംരക്ഷണങ്ങളെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നൽകും എന്ന ഉറപ്പോടും ധൈര്യത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ.